സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ നടക്കുന്ന ചീഞ്ഞു നാറുന്ന കഥകൾ ഇന്ന് കണ്ടും വായിച്ചും നമ്മുടെ മനസ്സ് മലിനായിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ വിധത്തിലുള്ള വൃത്തികേടുകളാണ് ഓരോരുത്തരും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2006 ലോക സിനിമയിൽ ഇങ്ങനെ ഒരു വിപ്ലവം തുടങ്ങുന്നത്, മീ ടു ക്യാമ്പയിൻ എന്നും പറഞ്ഞിട്ട് അമേരിക്കയിൽ. അത് 10 വർഷം നീണ്ടു നിന്നിട്ടാണ് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. 2016 ഇന്ത്യയിലെ സിനിമാ ഇൻഡസ്ട്രിയിൽ ഉള്ളിൽ നടക്കുന്ന വൃത്തികേടുകൾ ഓരോരുത്തരും അനുഭവസ്ഥർ വ്യക്തമായ രീതിയിൽ വിശദീകരിച്ചു കൊണ്ടേയിരുന്നു. ഇപ്പം നമ്മുടെ കേരളത്തിലേക്കും അത് കടന്നു വരുന്നു. വയറ്റപ്പഴപ്പിന് വേണ്ടി പലരുടെയും മുന്നിൽ മുണ്ടടിക്കുന്ന സോണാഗച്ചിയിലെ പെണ്ണുങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1ഉം 2ഉം അല്ല, 25,000-ഓളം. പശ്ചിമ ബംഗാളിലെ ഇരുണ്ടൊരു ലോകമാണത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അവർക്കും സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവിടത്തേക്ക് പോലീസ് സംവിധാനങ്ങൾക്കൊന്നും പ്രവേശനമില്ല. നമ്മൾ പണ്ടേ കേൾക്കുന്നതാണ് റെഡ് സ്ട്രീറ്റ് ബോംബെയിലുള്ളത്. അവിടേക്കുള്ള പെണ്ണുങ്ങളെ വളരെയേറെ മോശമായ രീതിയിലാണ് അവരുടെ പ്രവൃത്തിയുടെ ഫലം കൊണ്ട് തന്നെ സമൂഹം കാണുന്നത്. പക്ഷേ അതേ വൃത്തികേട് ചെയ്യുന്നവരെ കുറിച്ച് കേരളം പുതിയ പേരിട്ട് വിളിക്കുന്നത് പ്രമുഖനെന്നും പ്രമുഖ എന്നുമാണ്. എന്തുകൊണ്ട് ഈ വിധത്തിലേക്ക് സമൂഹം ചീഞ്ഞു നാറുന്നു? ഒരു 10-20 കൊല്ലമായി സിനിമാ രംഗത്തുള്ള വിമർശകർ പറയുന്ന ഒരു കാര്യമുണ്ട്. കുടുംബ ബന്ധത്തെ ഇല്ലാതെയാക്കാനാണ് സിനിമ നൽകുന്ന ഏറ്റവും പുതിയ പ്രചോദനമെന്ന്. സിനിമ മാത്രമല്ല, ഫെമിനിസം എന്ന് പറയുന്ന സ്ത്രീ വിമോചനത്തിൻ്റെ പേരിൽ രൂപപ്പെട്ട പ്രസ്ഥാനം അതിനുവേണ്ടിയാണ് കഠിനാധ്വാനം ചെയ്തത്. സ്ത്രീകൾ പലപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നു എന്നാണ് അവർ മുന്നിൽ വെച്ച പ്രധാനപ്പെട്ട ഇഷ്യൂ. സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവർ പറഞ്ഞു വരുത്തി അത് കുടുംബ ബന്ധം നിലനിൽക്കുന്നത് കൊണ്ട്. കാരണം കുടുംബത്തിലുണ്ടാവുമ്പോഴാണ് പെണ്ണ് 2ാം സ്ഥാനത്തേക്ക് പോകുന്നത്. ഭർത്താവിനാണ് ഭാര്യയെ ഭർഷിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് കുടുംബമില്ലാതെയാവണമെങ്കിൽ എന്ത് ചെയ്യണം? വിവാഹം ഇല്ലാതെയാകണം. നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിൽ 35,000-ഓളം പെൺകുട്ടികൾ ഞങ്ങൾക്ക് വിവാഹത്തിൽ താല്പര്യമില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റു ചില കണക്കുകൾ അതിനേക്കാൾ ഭീകരമാണ്. വിവാഹത്തിൽ താല്പര്യമേ ഇല്ല. പിന്നെ അടിച്ചു പൊളിച്ച് ജീവിക്കണം. അതിന് കുറേയേറെ സമ്പത്ത് വേണം, സമ്പത്തിന് പറ്റുന്ന ജോലി വേണം, ജോലിക്കാത്രമുള്ള പഠനവും വേണം. എന്നിട്ട് പണം കൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കണം. പിന്നെ അവരുടെ ലൈംഗിക താല്പര്യങ്ങളോ, അതിന് വിവിധങ്ങളായ മാർഗങ്ങളുണ്ട് അവരുടെ മുമ്പിൽ. ലിവിങ് ടുഗദർ കുറേ ആൾ മുന്നോട്ട് വെക്കുന്നത് അതാണ്. നമ്മുടെ സാംസ്കാരികമായി പ്രബുദ്ധമെന്ന് പറയുന്ന കേരളത്തിൽ പോലും കഴിഞ്ഞ വർഷത്തിൽ വലിയ വിവാദമായി കടന്നു വന്നതാണ് വൈഫ് സൈപ്പിംഗ്, ഭാര്യമാരെ വെച്ചുമാറൽ. 10,000-ഓളം ആളുകൾ ആ ഗ്രൂപ്പിലുണ്ടെന്നാണ് പോലീസ് പറഞ്ഞത്. ഭയങ്കരമായി വാർത്തകൾ വന്നു. പക്ഷേ അത് കെട്ടടങ്ങിപ്പോയി. കാരണം IPC 377 എന്ന് പറയുന്ന ഭരണഘടനയിലെ വിശുദ്ധമായിരുന്നൊരു വകുപ്പ് 4 വർഷം മുന്നെയാണ് പലവരും ചേർന്ന് സമരം ചെയ്തിട്ട് നമ്മുടെ ഈ ഇന്ത്യയിൽ നിന്ന് നീക്കം ചെയ്യുന്നത്. എന്താണ് ഈ IPC 377? അന്യൻ്റെ ഭാര്യയെ വ്യഭിചരിക്കാൻ പാടില്ലെന്ന്, ലൈംഗികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ലെന്ന്, ആണും തമ്മിലുള്ള രതി ഒരിക്കലും അംഗീകരിക്കില്ലെന്ന്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഈ വകുപ്പ് മാറ്റിയത് കാരണം 10,000-ഓളം ആളുകൾ ഉൾക്കൊള്ളുന്ന ഭാര്യമാരെ വെച്ചുമാറുന്ന വൃത്തികേട് ചെയ്യുന്നവർ സുഖസുന്ദരമായി രക്ഷപ്പെട്ടു. ഒരു പെണ്ണ് മാത്രം കേസ് കൊടുത്തു. ആ കേസ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് കുറേ ആളുകൾ അവരുടെ ലൈംഗിക താല്പര്യത്തിന് ഉപയോഗിക്കുന്ന ചില മാർഗങ്ങൾ. ലിവിങ് ടുഗദർ, കുടുംബബന്ധം തകർക്കാൻ വേണ്ടി മാത്രമുണ്ടായ ഒരു ആദർശം. യൂറോപ്പിൽ നിന്ന് കേരളം കടം കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വൃത്തികേട്. നമ്മൾ ആലോചിച്ച് നോക്കുക. ആവശ്യത്തിന് ഒരു പെണ്ണിനുമായി നടക്കുക, അല്ലെങ്കിൽ ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടി ഒരാണുമായി നടക്കുക. എന്നിട്ട് എപ്പോഴാണോ വേർപിരിയാൻ തോന്നുന്നത് ആ നിമിഷത്തിൽ വേർപിരിയുക. ഇതിൻ്റെ ഉപോത്പന്നമായി ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളിക്കളയുക. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ 2 മാസം മുന്നേ ഒരു വാർത്ത കേട്ടത്. പാർസൽ വന്ന കവറിൽ പ്രസവിച്ച ഉടനെയുള്ള കുട്ടിയെ കൊന്ന് അടക്കം ചെയ്ത് 6ാം നിലയിൽ നിന്ന് ഫ്ലാറ്റിൽ നിന്ന് വലിച്ചെറിഞ്ഞു ഒരു യുവതി. കാരണം കുടുംബത്തിൻ്റെ സപ്പോർട്ടില്ലെങ്കിൽ ഒരാൾക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, മക്കളെ വളർത്താൻ കഴിയില്ല. കുടുംബബന്ധത്തെ തകർത്തിട്ട് പെണ്ണുങ്ങളെ മൊത്തം താന്തോന്നികളാക്കാൻ വേണ്ടി ഫെമിനിസം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള എല്ലാവിധ വളഞ്ഞ ചിന്തകളും ഇതിനൊക്കെ വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കണം.
ലോകത്ത് ആദ്യമായി 1965 അമേരിക്കയിലെ കാലിഫോർണിയയിലാണ് എയ്ഡ്സ് എന്ന മാരകരോഗം കണ്ടെത്തുന്നത്. 1965 മുതൽ 24 ആകുമ്പോഴേക്ക് എത്ര വർഷം കഴിഞ്ഞു പോയെന്ന് ആലോചിച്ച് നോക്കുക. ഇതുവരെയും എയ്ഡ്സിന് ഒരു ചികിത്സ കണ്ടെത്തിയിട്ടില്ല. 10 വർഷത്തോളം ഇഞ്ചിഞ്ചായി മരിക്കുന്നു. എയ്ഡ്സ് രോഗി ഒരു ദിവസത്തിലല്ല മരിക്കുന്നത്, 10 വർഷത്തോളം അവൻ്റെ ശരീരത്തിൻ്റെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും തകർന്നു പോകുന്നു. അതുകൊണ്ട് ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെയാണ് എയ്ഡ്സ് രോഗം ലോകത്ത് പ്രത്യക്ഷപ്പെട്ടത്? അന്ന് 5 ഗേകളിലായിരുന്നു ഇതാദ്യമായി കണ്ടുവന്നത്. ഗേകൾ എന്ന് പറഞ്ഞാൽ ആണും ആണും തമ്മിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുടുംബബന്ധം അല്ലെങ്കിൽ വൈകാരികമായ താല്പര്യങ്ങളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, അതിന് ഇത്തരം വൃത്തികെട്ട ആളുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു മാർഗമാണ് ഗേ ലെസ്ബിയൻ സംവിധാനങ്ങൾ. പെണ്ണ് പെണ്ണുമായി ജീവിക്കുക, ആണാണുമായി ജീവിക്കുക. കുറേ ആഴത്തിലേക്ക് പറഞ്ഞാൽ നമുക്കത് വല്ലാതെ കൗതുകം തോന്നിപ്പോകും. അമേരിക്കയിലുള്ള എയ്ഡ്സ് രോഗികളിൽ 67% ഗേകളാണെന്ന് കണക്ക് വരുന്നു. ഈ 67% എന്നൊക്കെ പറയുമ്പോൾ ബാക്കിയുള്ളൊരു 10-30% ഗേ അല്ലാത്തവരിൽ നിന്നും ഇല്ലേ എന്ന് നമ്മൾ സംശയിക്കുന്നതിൻ്റെ മുമ്പ് ഒരു കണക്ക് കൂടെ അറിയണം. അമേരിക്കയിൽ ഗേ ആണെന്ന് വെളിപ്പെടുത്തിയത് 2% ജനങ്ങൾ മാത്രമാണ്. അമേരിക്കൻ ജനസംഖ്യയിൽ 2% നിന്ന് 67% എയ്ഡ്സ് രോഗികൾ വരുന്നു എന്നർത്ഥം. എത്ര മാരകമാണ് ഈ കണക്ക്! ഇന്ന് പോലും നമ്മൾ പേപ്പറിൽ വായിച്ചിട്ടുണ്ട് മങ്കി പോക്സ് എന്ന് പറയുന്ന രോഗത്തിൻ്റെ ശക്തമായ വേദനയെക്കുറിച്ച്. ശരീരമാസകലം കുമിളകളുണ്ടാകുന്നു, രോഗി മരണത്തിലേക്ക് പോകുന്നു. നമ്മുടെ കേരളത്തിൽ കൊച്ചിയിൽ കഴിഞ്ഞ വർഷം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊറോണ പോലെയൊന്നും അതിൻ്റെ ഈ വ്യാപനത്വമില്ലാത്തത് കൊണ്ട് അതങ്ങനെ ഒതുങ്ങിപ്പോയി. 16 രാഷ്ട്രങ്ങളിൽ മങ്കി പോക്സിൻ്റെ കണക്ക് ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ വർഷം പുറത്തുവിട്ടിരുന്നു. 16 രാഷ്ട്രങ്ങളിൽ 98% മങ്കി പോക്സ് കുരങ്ങുവസൂരി രോഗികളും ഗേകളാണ് അല്ലെങ്കിൽ ബൈസെക്ഷലാണെന്നാണ് കണക്കുകൾ പറയുന്നത്. കുടുംബബന്ധം തകർക്കുമ്പോൾ എന്ത് വേണം? മനുഷ്യനാകട്ടെ മറ്റ് ജീവികൾക്കാവട്ടെ അവരുടേതായ ഈ ലൈംഗികമായ ചോദനകൾക്ക് പരിഹാരമില്ലാതെ പറ്റില്ല. കുടുംബബന്ധം വേണ്ടെന്ന് പറയുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നു. വേറെയും കുറേ ഇത് സംബന്ധമായി നമുക്ക് പറയാനുണ്ട്. സാൻ ഫ്രാൻസിസ്കോ എന്ന് പറയുന്ന നാടുണ്ട്, ഒരു സ്റ്റേറ്റ് ഉണ്ട് അമേരിക്കയിൽ. ആ സ്റ്റേറ്റ് ഗേകളുടെ തലസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. ഗേകളുടെ തലസ്ഥാനം. ആണും ആണുമായിട്ടുള്ള സെക്സുമായി ജീവിക്കുന്ന ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു ഇടം എന്നർത്ഥം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ആലോചിച്ച് നോക്കുക. അവിടെയുള്ള പ്രാദേശിക ഭരണകൂടത്തിന് ഏറ്റവും വലിയ ബാധ്യത, ടാസ്ക് ഡയപ്പർ സംസ്കരണമാണെന്ന ചീഞ്ഞ റിപ്പോർട്ട് വരുന്നു. എന്തേ കാര്യം? ഗേകളായി ജീവിക്കുമ്പോൾ പിന്നീട് കുറേയേറെ രോഗങ്ങൾ വേറെ പിടിപെടുന്നു. ബുധാർബുദം മുതൽ അറിയാതെ മോഷൻ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന രീതി വരെ. അപ്പോൾ ജോലിക്ക് പോകണമെങ്കിൽ ഡയപ്പർ കെട്ടിയിരിക്കണം. അതിൽ വല്ലാതെ മാലിന്യം വരുമ്പോൾ ഊരി വലിച്ചെറിയും, വേറെ വയ്ക്കും. ഇത് സംസ്കരിക്കാൻ സാൻ ഫ്രാൻസിസ്കോയിലെ ഗവൺമെൻറ് വല്ലാതെ കഷ്ടപ്പെടുന്നുവെന്ന ചീഞ്ഞ റിപ്പോർട്ടുകൾ വരുന്നു. കുടുംബബന്ധമില്ലെങ്കിൽ എന്താവും എന്നതിൻ്റെ ചില ആരോഗ്യപരമായ കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. നേരെ മറിച്ച് അതിൻ്റെ മതപരമായ രീതിയിലേക്ക് നീങ്ങിയാലോ? പരിശുദ്ധ ഖുർആൻ സൂറത്തുർ റൂമിൻ്റെ 19 മുതൽ 25 വരെയുള്ള 6 ആയത്തുകൾക്കൊരു പ്രത്യേകതയുണ്ട്. അതെല്ലാം തുടങ്ങുന്നത് ഒമിന്നായാത്തിഹി 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 എന്നാണ്. ഖുർആനിൽ വേറൊരിടത്തും 6 ആയത്തുകൾ ഇതുപോലെ ഒരുമിച്ച് തുടങ്ങുന്നില്ല. ഇതിൽ 1-ാമത്തെ ആയത്തിൻ്റെ പ്രമേയം അള്ളാഹു നമ്മളെ പടച്ചത് വലിയൊരു ദൃഷ്ടാന്തമെന്നാണ്. 2-ാമത്തെ ആയത്തിൻ്റെ പ്രമേയം നമുക്ക് നമ്മളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നത് അള്ളാഹുവിൻ്റെ വലിയൊരു ദൃഷ്ടാന്തമാണെന്നാണ്. എന്തേ? നമുക്ക് നമ്മിൽ നിന്ന് തന്നെ ഇണകൾ, ഈ ഇണകളായി വളരൽ ആവശ്യമാണെന്നും മതം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നു. മനുഷ്യൻ അவ்விധത്തിലാണ് അള്ളാഹു സൃഷ്ടിച്ചത്. നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരു ആട് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം അരമണിക്കൂറാകുമ്പോഴേക്ക് ആ കുഞ്ഞ് മെല്ലെ മെല്ലെ എഴുന്നേൽക്കുന്നു. അതിൻ്റെ ഉമ്മയാടിൻ്റെ അകിട് കണ്ടുപിടിച്ച് മുല കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം 2 ദിവസമാകുമ്പോഴേക്ക് തളിർ പുല്ലുകൾ തിന്നു തുടങ്ങുന്നു. വീട്ടിലുള്ള കുഞ്ഞുങ്ങളോടൊപ്പം ഓടിക്കളിക്കാൻ തുടങ്ങുന്നു. അതിൻ്റെ ജീവിതം സെറ്റപ്പാകുന്നു. അതിന് സ്വന്തം ജീവിക്കാൻ ശേഷി കിട്ടുന്നു. മനുഷ്യനല്ലാത്ത എല്ലാ തസ്തനികളും ജനിക്കുന്നത് ആ പ്രസവിക്കുന്ന തള്ള ജന്തുവിൻ്റെ 50 മുതൽ 80% ബുദ്ധിവികാസത്തോടു കൂടെയാണ്. അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയുന്നു. നേരെ മറിച്ച് മനുഷ്യൻ്റെ കാര്യമോ?
മനുഷ്യൻ്റെ കാര്യം വളരെ കൗതുകമാണ്. ഒരു കുട്ടി പ്രസവിച്ചയുടൻ ആ മാതാവ് കുട്ടിയെ ഉപേക്ഷിച്ചുവെന്ന് സങ്കല്പിക്കുക. ആ കുട്ടി മണിക്കൂറുകൾക്കകം മരിച്ചു പോകും. സ്വന്തം അന്നം തേടാൻ, സ്തന്യം നേടാൻ അതിന് കഴിയില്ല. ദിവസങ്ങളോളം കഴിഞ്ഞിട്ട് ആ കുട്ടിയെ അവഗണിച്ചുവെന്ന് വെക്കുക, ആ കുട്ടി മരിച്ചു പോകും. 2 വർഷം മുല കൊടിച്ചതിന് ശേഷം ഒരു കുട്ടിയെ മാതാവ് അവഗണിച്ചുവെന്ന് വെക്കുക. ഇനി നീയായി നിന്റെ പാടായി എന്ന് പറഞ്ഞ് മാതാവ് വേറൊരു വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ, വേറൊരാളെടുത്ത് സംരക്ഷിക്കുന്നില്ലെങ്കിൽ ആ കുട്ടി മരിച്ചു പോകും. മനുഷ്യക്കുട്ടിക്ക് ബുദ്ധിവികാസം പൂർത്തിയാവാൻ ഏകദേശം 13 വർഷത്തോളം എടുക്കും. ആ സമയം വരെയും ഉമ്മയുടെ ശക്തമായ സപ്പോർട്ട് ഈ കുട്ടിക്ക് ഉണ്ടാവണം. ഉമ്മ കുട്ടിയെ സംരക്ഷിച്ച് വീട്ടിലിരിക്കണമെങ്കിൽ ഉമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഭർത്താവ് വേണം. കുടുംബബന്ധം നിർബന്ധമെന്ന് മനുഷ്യ സൃഷ്ടിപ്പിലൂടെ പടച്ച റബ്ബ് തെളിയിച്ചു തന്നിട്ടുണ്ട്. ഇതില്ലാതാക്കാൻ ശ്രമിച്ചിടത്തൊക്കെ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായി. ഹബീബായ റസൂൽ തങ്ങളുടെ വാക്കുകൾക്കും പ്രവർത്തികൾക്കും സാർവലൗകികത്വം കിട്ടുന്നതിൻ്റെ ഒരു ചെറിയ രൂപമാണ് ഞാനീ പറയുന്നത്. ഇനിയും വിശദീകരിക്കാനുണ്ട്. കുറേയേറെ സംഗതികൾ ഇത് സംബന്ധമായി നമുക്ക് പറയാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ പ്രവാചകരാണെന്ന് വരുമ്പോൾ അവിടുത്തെ വാക്കും പ്രവൃത്തിയും അവിടുത്തെ അംഗീകാരങ്ങളും സമൂഹത്തിന് എന്നും ലഭ്യമാവണം. നമ്മൾ ആലോചിച്ച് നോക്കുക, ലോകത്ത് വേറെ ഒരു മനുഷ്യൻ്റെ കാര്യത്തിൽ ഒരു മഹാത്ഭുതം, ഈ ഒരു മഹാത്ഭുതം നമുക്ക് കാണാൻ വയ്യ. ഒരാളുടെ വാക്കും പ്രവൃത്തിയും അംഗീകാരങ്ങളും പഠിക്കാനും കൈമാറാനും വേണ്ടി വിവിധ ഉപശാഖകളുള്ള വലിയൊരു വിജ്ഞാന ശാഖ രൂപപ്പെടുന്നു. വിവിധ ഉപശാഖകൾ. നമ്മുടെ മക്കൾ ഹദീസ് പഠിക്കുന്നുണ്ട്. ഹദീസിൻ്റെ മത്നിനെ കുറിച്ചുള്ള പഠനമുണ്ട്. ഹദീസിൻ്റെ സനദിനെ കുറിച്ചുള്ള മറ്റു പഠനങ്ങളുണ്ട്. ഹദീസിൻ്റെ റിജാൽ റാവിമാരെ കുറിച്ചുള്ള പഠനമുണ്ട്. സീറ വേറൊരു അനുബന്ധമായുണ്ട്. ഹദീസിൽ തന്നെ വിവിധങ്ങളായ തലങ്ങളുണ്ട്. ഷമായിൽ ഒരു വശത്ത് കിടക്കുന്നു. ഹദീസ് എന്ന് പറയുന്ന പൊതുവെ അഹ്കാമൊക്കെ ഉള്ളത് വേറെ കിടക്കുന്നു. ഒരാളുടെ വാക്കും പ്രവൃത്തിയും അവിടുത്തെ അംഗീകാരങ്ങളും സമ്മതവും ലോകത്തിന് കൈമാറാൻ വേണ്ടി വിപുലമായ ഒരു വിജ്ഞാനശാഖ രൂപപ്പെടുക. അതിൽ 10,000-കണക്കിന് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെടുക. ലോകത്തൊരു മനുഷ്യനും സാധ്യമല്ലാത്തൊരു മഹാത്ഭുതം. മതരംഗത്ത് തിളങ്ങിയ ആളുകളെ കുറേ നമുക്കറിയാം. മതരംഗത്ത് തിളങ്ങിയ കുറേ ആളുകളെ നമുക്കറിയാം. സത്യം പറഞ്ഞാൽ ചരിത്രത്തിൻ്റെ വെളിച്ചത്തിൽ പോലുമല്ല അവർ ജീവിച്ചത്. ചരിത്രത്തിൻ്റെ വെളിച്ചത്തിൽ പോലുമല്ല അവർ ജീവിച്ചത്. അവർ ജീവിച്ചോ ഇല്ലയോ എന്ന് ചരിത്രപരമായി തെളിയിക്കാൻ പോലും സാധിക്കുന്നില്ല. വിവിധങ്ങളായ ഗ്രന്ഥങ്ങൾ അത് സംബന്ധമായി നമുക്ക് പഠിക്കാൻ കിട്ടും. ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല കേരളത്തിലെ ഒരു പുസ്തകമാണ്. രാമനും കൃഷ്ണനും പ്രതിക്കൂട്ടിൽ എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട്. നമ്മുടെ ഭരണഘടന ശില്പിയാകുന്ന ഡോക്ടർ അംബേദ്കർ രചിച്ചത്. ഇതൊരു മതതാരതമ്യ വേദിയൊന്നുമല്ല. അതുകൊണ്ട് അങ്ങോട്ട് ആഴത്തിൽ ഞാൻ കിടക്കുന്നില്ല. ചരിത്രത്തിൻ്റെ വെളിച്ചത്തിലാണ് അവർ ജീവിച്ചതെന്ന് പോലും തെളിയാത്ത കുറേ വലിയ മഹാന്മാരായി അനുയായികൾ കരുതുന്ന ആളുകളുണ്ട്. ഞാൻ അവരെക്കുറിച്ചോ അവരുടെ ധാരണയെക്കുറിച്ചോ ഒന്നും പറയല്ല. പക്ഷേ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, വളരണം, എങ്ങനെയാണ് അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്, ഇവരുടെ ഒന്നും ചരിത്രത്തിൽ നിന്ന് നമുക്ക് ലഭ്യമേ അല്ല. കേവലം അവകാശവാദമോ വിമർശനമോ അല്ല. നമ്മൾ പരിശോധിക്കുക. പുതിയ നിയമം ബൈബിളിലെ 27 പുസ്തകങ്ങൾ നമ്മൾ പരിശോധിക്കുക. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് അതിലെ പ്രധാന കഥാപാത്രമാകുന്ന യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു അനുയായിക്കും സ്വീകരിക്കാൻ ഈ 27 പുസ്തകങ്ങളിൽ നിന്നും സാധ്യമല്ല. ഒരാൾക്കും അദ്ദേഹത്തെ കണ്ട് തൻ്റെ ജീവിതത്തെ എങ്ങനെ മുന്നോട്ടുകൊണ്ടുപോകണം എന്നതിന് മാതൃകയില്ല. വിവാഹ ജീവിതം എങ്ങനെയാവണം? അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ലെന്ന് ബൈബിൾ പറയുന്നു. വിവാഹ ജീവിതം എങ്ങനെയാവണം? അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ലെന്ന് ബൈബിൾ പറയുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധ ഭാര്യമാരെ സ്വീകരിച്ചത് ചരിത്രം എന്ന് മാത്രമല്ല, അവിടുത്തെ ജീവിതത്തിൽ ഏക കന്യകയായി കടന്നു വന്നത് മഹദിയ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. എന്തായിരുന്നു മഹദിയുടെ പ്രത്യേകത? എന്തിനായിരുന്നു ചെറിയ പ്രായത്തിൽ മഹദിയെ തൻ്റെ ജീവിതത്തിലേക്ക് ഹബീബായ നബി തങ്ങൾ കൊണ്ടുവന്നത്? അന്നത്തെ ഏറ്റവും നല്ല ബുദ്ധിമതിയായിരുന്നു, ഏറ്റവും നല്ല ഓർമ്മശക്തിയുള്ള കുട്ടിയായിരുന്നു, ഉന്നത കുലജാതയായിരുന്നു, ശരീരത്തിന് വയസ്സിനേക്കാൾ പക്വത വന്നിരുന്നു.
എല്ലാ അർത്ഥത്തിലും വിശുദ്ധയായി ഓർമ്മശക്തിയുള്ള ഒരു മഹദി തൻ്റെ ജീവിതത്തിലേക്ക് വരൽ അനിവാര്യമായിരുന്നു. എന്തുകൊണ്ട്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കുമ്പോഴേക്ക് പരിശുദ്ധ ഇസ്ലാം പൂർത്തിയാകുമെങ്കിലും അതിൻ്റെ പ്രചാരണവും പഠനവും പിന്നെയും നടക്കണം. അതിന് നല്ല ഓർമ്മശക്തിയുള്ള ആൾ ഹബീബായ നബി തങ്ങൾ അനുഭവിക്കണം. അവിടുന്ന് ദീനു പഠിക്കണം, ഇൽമു പഠിക്കണം. അവര് പ്രായം കൂടിയ ആളായാൽ പറ്റില്ല. കാരണം ഹബീബായ നബി തങ്ങളുടെ മരണത്തിന് ശേഷവും ദീർഘകാലം അവർ ജീവിച്ചിരിക്കണം. എല്ലാം ആയിഷത്തു സിദ്ദീഖയിൽ നിർവഹിക്കപ്പെടുന്നു. ഹബീബായ നബി തങ്ങൾ ഒരു സന്ദർഭത്തിൽ മഹദിയ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചൂണ്ടിയിട്ട് പറഞ്ഞു, അല്ലിമൂ ശിത്റ ദീനികും അൻ ഹാദിഹിൽ ഹുമൈറാ. ഈ ചുമന്ന പെൺകുട്ടിയിൽ നിന്ന് നിങ്ങളുടെ ദീനിൻ്റെ പകുതി ഭാഗം നിങ്ങൾ പഠിക്കണം. ഈ ചുമന്ന പെൺകുട്ടിയിൽ നിന്ന് നിങ്ങളുടെ ദീനിൻ്റെ പകുതി ഭാഗം നിങ്ങൾ പഠിച്ചെടുക്കണം. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് അവൻ്റെ ദാമ്പത്യ ജീവിതം. അത് ലോകത്തിന് മാതൃകയാവണേൽ അത് കൃത്യമായി ആവാഹിച്ചു പഠിപ്പിക്കാൻ പറ്റുന്ന ഒരാൾ കൂടെ ഉണ്ടാകണം. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ 63-ാം വയസ്സിൽ മരണപ്പെടുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് 19 വയസ്സ് പ്രായം. പിന്നീട് അവിടുന്ന് ദീർഘകാലം ജീവിച്ചു. 65 വയസ്സുവരെയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ജീവിച്ചു. എങ്ങനെ ജീവിച്ചു? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ പ്രിയപ്പെട്ട പിതാവ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഉസ്താദായിരുന്നു. 2-ാം ഖലീഫ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ഉസ്താദായിരുന്നു. ഒട്ടുമിക്ക സഹാബികളുടെയും ഉസ്താദായിരുന്നു. മഹദി നിസ്കാരം കഴിഞ്ഞ് ദിക്റും സലാത്തും ഖുർആൻ പാരായണവും കഴിഞ്ഞ് സിറ്റൗട്ടിൻ്റെ തൊട്ടപ്പുറത്ത് മറയ്ക്കപ്പുറം വന്നിരിക്കും. ഓരോ സഹാബി വര്യനും വന്ന്, ഉമ്മി, ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി, അതിൻ്റെ നിവാരണം എന്താണെന്ന് ഹബീബായ നബി തങ്ങൾ എന്തു പറഞ്ഞുവെന്ന് പഠിപ്പിച്ചുവെന്ന് അന്വേഷിക്കും. മഹദി ആ കാര്യം വിശദീകരിച്ചു കൊടുക്കും. ലോകത്തെ ഏറ്റവും കൂടുതൽ ഹദീസ് റിവായത്ത് ചെയ്തത് അബ്ദുറഹ്മാൻ ബിൻ സഖർ എന്ന് പറയുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഹദീസ് റിവായത്ത് ചെയ്യുന്നത് മഹദിയ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. കുറച്ചു കാലമൊന്നുമല്ല, 65 ആയുസ്, 65 വയസ്സ് വരെ അവിടുന്ന് ജീവിച്ചു. സഹാബികളുടെ ഘട്ടം കഴിഞ്ഞു. മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള താബിഈ പ്രമുഖർ ആയിഷ ബീവിയുടെ ശിഷ്യരായി വന്നു. താബിഈങ്ങളുടെ താബിഈങ്ങൾ ആയിഷ ബീവിയുടെ ശിഷ്യരായി വന്നു. എന്തിനായിരുന്നു ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ര ചെറുപ്പത്തിൽ ആയിഷ ബീവി കടന്നു വന്നത്? അവിടെയുള്ള മറ്റു ചില വിമർശനങ്ങളൊക്കെ ഉണ്ട്. ചെറിയ കുട്ടിയെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു എന്നൊക്കെ പറയുന്നത്. തൽക്കാലം ഞാൻ അങ്ങോട്ട് കിടക്കണില്ല. ഒരു കാര്യം മാത്രം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കുന്നതിൻ്റെ മുമ്പ് ഒരു മജൂസിയുമായി മഹദിയ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു. നബി തങ്ങൾ കല്യാണം കഴിക്കുന്നില്ലെങ്കിൽ ആയിഷ ബീവിയെ അദ്ദേഹം കെട്ടിക്കൊണ്ടു പോകുമായിരുന്നു. അന്നത്തെ അവസ്ഥ മാത്രമല്ല, ഈ ഒരു 10-20 കൊല്ലം മുന്നേ വരെയുള്ള നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. അറിയപ്പെടുന്ന പല പല പ്രമുഖരും കല്യാണം കഴിക്കുന്നത് ഈ പ്രായത്തിലോ അതിനേക്കാൾ താഴെയുള്ള കുട്ടികളെയാണ്. രാമകൃഷ്ണ പരമഹംസർ കല്യാണം കഴിച്ചത് 5 വയസ്സുള്ള കുട്ടിയെയാണ്. ആ ലിസ്റ്റ് കുറേ പറയാനുണ്ട്, ഞാൻ അങ്ങോട്ട് കിടക്കില്ല. ഒരൊറ്റ കാര്യം മാത്രം സംബന്ധമായി നമ്മൾ മനസ്സിലാക്കുക. നബിതങ്ങൾ അന്ന് കല്യാണം കഴിക്കുന്നില്ലായിരുന്നെങ്കിൽ മറ്റൊരാൾ കല്യാണം കഴിക്കുമായിരുന്നു. 6-ാം വയസ്സിൽ ജീവിതത്തിലേക്ക് വന്നിട്ടും 9-ാം വയസ്സ് വരെ റസൂൽ കൂട്ടിക്കൊണ്ടുപോയില്ല. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പലപ്പോഴും പറയും, മോളെ കൂട്ടണ്ടേ കല്യാണം കാണാനുള്ള മോഹം കൊണ്ട്. പിന്നീട് 9-ാം വയസ്സിലാണ് റസൂലിൻ്റെ ജീവിതത്തിലേക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കടന്നു വരുന്നത്. ഈ വിവാഹം ഒരു പ്രായത്തിൽ നിശ്ചയിക്കുക എന്ന് പറയുന്നത് പരമാബദ്ധമാണ്. ഒരു പ്രായത്തിൽ വിവാഹത്തെ നിശ്ചയിക്കുക എന്ന് പറയുന്നത് പരമാബദ്ധമാണ്. ഇപ്പോഴും 10 വയസ്സിൽ കല്യാണം കഴിക്കൽ അനുവദനീയമായ സ്റ്റേറ്റുണ്ട് അമേരിക്കയിൽ. ലോകത്തെ ഏറ്റവും ചെറിയ അമ്മ ആരാണെന്ന് പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഏറ്റവും ചെറിയ അമ്മ ആരാണെന്ന്. പെറു എന്ന നാട്ടിലുള്ള 5.5 വയസ്സുകാരി പെണ്ണിനെ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും ചെറിയ അമ്മ അവർ പ്രസവിച്ച കുഞ്ഞിനോടൊപ്പം നിൽക്കുന്നത് കണ്ടാൽ ജ്യേഷ്ഠത്തി അനുജത്തി എന്ന് തോന്നും. ആ സ്ത്രീ 85 വർഷം വരെ ജീവിച്ചു. നമ്മൾ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്യുക, ഏറ്റവും ചെറിയ അമ്മ ആരാണെന്ന്. മഹദിയ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പക്വമതയായിരുന്നു. എല്ലാ അർത്ഥത്തിലും പൂർണ്ണയായിരുന്നു. ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹ് മുസ്ലിമിൽ ഈ കല്യാണത്തിൻ്റെ മാനദണ്ഡം പറയുന്നുണ്ട്. വയസ്സിനേക്കാൾ ശാരീരിക ബന്ധത്തിന് പക്വമാവുക എന്നതാണ്
ഈ ലൈംഗിക ബന്ധത്തിനുള്ള മാനദണ്ഡം കല്യാണം കഴിക്കാൻ ഏത് പ്രായത്തിലും ആവാം. കല്യാണം കഴിക്കുക എന്നത് വെറും ഈ ഒരു ഏർപ്പാടിനാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകൾക്ക് അതിലൊരു കൗതുകം തോന്നിയേക്കും. ഈ അടുത്ത കാലം വരെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പക്ഷേ അതന്നെയാണ് നിലനിന്ന് വന്നത്. ഇത്രയും സൂചിപ്പിച്ച സ്ഥിതിക്ക് ഞാൻ അതെങ്കിലും പറയണമെന്ന് കരുതിയിട്ടാണ് അങ്ങോട്ട് ഞാനൊന്ന് വൈഡായത്. സത്യത്തിൽ എൻ്റെ ഉദ്ദേശം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹദീസ് രംഗത്ത് ചെയ്ത സേവനങ്ങളാണ്. അങ്ങനെ ഓരോ സഹാബിയും കാതോട് കാതോരം കൈമാറി, ലിഖിത രൂപത്തിൽ കൈമാറി, ഹബീബായ നബി തങ്ങളുടെ ചര്യ ഒന്നുപോലും വിട്ടുപോവാതെ ഈ ആധുനികരായ നമ്മുടെ മുമ്പിലെത്തുന്നു. ഈ സ്റ്റേജിൽ പ്രഭാഷണം നടത്താൻ കയറിയ എല്ലാവരും സലാം പറഞ്ഞു. എന്തേ കാര്യം? കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്സ് തീരെ വികസിക്കാത്ത 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കോടാനക്കോടി മനുഷ്യരെ പഠിപ്പിച്ചൊരു കാര്യം, സംസാരം തുടങ്ങുമ്പോൾ സലാം പറയണമെന്നാണ്. ഈ സ്റ്റേജിലേക്ക് കാലെടുത്ത് വെച്ചവരൊക്കെ വലതുകാൽ മുന്നിൽ വെച്ചു, ഇറങ്ങിപ്പോയവരൊക്കെ ഇടതുകാൽ മുന്നിൽ വെച്ചിറങ്ങിപ്പോയി. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഓരോ തന്തുവിനെയും, അവൻ്റെ ഏറ്റവും സ്വകാര്യ ഇടങ്ങൾ, അവൻ്റെ ടോയ്ലറ്റിലുള്ള ഏർപ്പാട് എങ്ങനെയാവണമെന്ന്, ശൗചം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്, അങ്ങോട്ട് കയറേണ്ടതും ഇറങ്ങേണ്ടതും എങ്ങനെയാണെന്ന്, വിസർജനത്തിനിരിക്കുമ്പോൾ ഏത് വിധത്തിലിരിക്കണമെന്ന്, വിസർജനത്തിനിരിക്കുമ്പോൾ ഏത് വിധത്തിലിരിക്കണമെന്ന് മുഅ്മിനിന് കൃത്യമായ ബോധമുണ്ട്. എന്തുകൊണ്ട്? ഹബീബായ നബി തങ്ങൾ അത് പഠിപ്പിച്ചു. ആ പഠിപ്പിച്ച കാര്യം തീരെ ഡയലൂട്ടാവാതെ സമൂഹത്തിലേക്ക് കൈമാറി വന്നു. അതിന് ശരിക്കും വ്യവസ്ഥാപിതമായ മാർഗം പടച്ച റബ്ബി ഉമ്മത്തിന് കാണിച്ചു കൊടുത്തു.